KSRTC തിരുവനന്തപുരം കോർപ്പറേഷനെ പറ്റിച്ചുകൊണ്ടിരുന്നതിന് പരിഹാരമുണ്ടാക്കുന്നു എന്നതാണ്. ഏതാണ്ട് 100 കോടിയോളം രൂപ വിലയുള്ള 110 ഇലക്ട്രിക് ബസ്സുകളാണ് കേന്ദ്ര സർക്കാർ തിരുവനന്തപുരം കോർപ്പറേഷന് കൈമാറിയത്. കോർപ്പറേഷനും KSRTCയും തമ്മിലുള്ള കരാറടിസ്ഥാനത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്. എന്നാൽ നഗരത്തിലെ വായു മലിനീകരണം തടയാനുള്ള ഈ ഇലക്ട്രിക് ബസ്സുകളെല്ലാം ഇപ്പോൾ KSRTC നഗരത്തിന് പുറത്തേക്ക് ഓടിക്കുന്നു. പീക്ക് ടൈമിൽ നഗരത്തിൽ തന്നെ ഓടിക്കേണ്ടതാണ്, അല്ലാത്ത സമയത്ത് ആവാം. എന്ന് മാത്രമല്ല, കോർപ്പറേഷന് ലാഭവിഹിതം നൽകുന്നേയില്ല. ഇതിലൊക്കെ മാറ്റം വരുത്തി വലിയ പരിഷ്കാരങ്ങൾക്ക് ഒരുങ്ങുകയാണ് VV രാജേഷ്. അതുകൊണ്ടാണ് മന്ത്രി ശിവൻകുട്ടി ആക്ഷേപിച്ചത് പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്ന്. പുത്തനച്ചിയാണെങ്കിലും പഴയച്ചിയാണെങ്കിലും രാജേഷ് കഴിഞ്ഞ കുറെ ദിവസം കൊണ്ട് രാഷ്ട്രീയ പ്രതികാരം എന്ന് തോന്നാത്ത വിധത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ BJPക്ക് വലിയ ഉണർവാണ് നൽകുന്നത്. മേയർ എന്ന നിലയിൽ രാജേഷിന്റെ പ്രവർത്തനം തിരുവനന്തപുരം ജില്ലയിൽ BJPയുടെ സാധ്യത വർദ്ധിപ്പിക്കുമെന്നും CPMന് വലിയ തിരിച്ചടിയായി മാറുമെന്നും കണക്കാക്കപ്പെടുന്നു. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിന് കീഴിലുള്ള കോർപ്പറേഷൻ വാർഡുകളിൽ 11 ജയിച്ചത് BJPയാണ്. 10 UDFും കേവലം 3 മാത്രം LDFും ജയിച്ചിരിക്കുന്നു. ഈ രാഷ്ട്രീയ സമവാക്യം വോട്ടാക്കി മാറ്റാൻ കഴിയും എന്ന് BJP പ്രതീക്ഷിക്കുമ്പോൾ ആശങ്കയോടെ ചങ്കിടിച്ചു നിൽക്കുന്നത് തിരുവനന്തപുരത്തിന് കുത്തക അവകാശപ്പെട്ടിരുന്ന CPM ആണ്. VK പ്രശാന്ത് വിവാദമുണ്ടാക്കിയത് പോലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന മത്സരത്തെ കണ്ടുകൊണ്ടാണെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും അപ്രതീക്ഷിതമായി തലസ്ഥാനത്തിന്റെ മേയറായ VV രാജേഷിന്റെ പരിഷ്കാരങ്ങൾ BJP വൃത്തങ്ങളിൽ മാത്രമല്ല പൊതുസമൂഹത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു.